Good morning. Good morning, ma'am. Okay. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ദിവസം നമ്മള് ഏതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ നമ്മളൊരു 23 അല്ലെ 23ഓളം ഫോർമുലകൾ നമ്മൾ കണ്ടിരുന്നു. അതുവരെ വായിച്ചു നോക്കിയോ എല്ലാവരും? എല്ലാവരും വായിച്ചു നോക്കിയോ? എന്താണ് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തത്? ആരും വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, വായിച്ചു നോക്കി. ഫ്രണ്ട്സ് മാത്രമാണല്ലോ റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്. കയറുന്നേ ഉള്ളൂ അല്ലെ ക്ലാസ്സിനകത്തേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മളൊരു 32 ക്വാളിറ്റി അല്ലെ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ ക്വാളിറ്റി അഷുറൻസിനകത്ത് പഠിക്കുന്നതാണ്. അതിന്റെ ഫോർമുലകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനകത്ത് 23 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 23 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. 23ാമത്തെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇന്നത്തെ നമുക്ക് നോക്കാം. 24ാമത്തെ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത് കേട്ടോ. എന്താണ് 24ാമത്തത്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എന്താണ് ടൈം? ഓക്കെ ഷെഫിന ഗുഡ് മോർണിംഗ്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കേട്ടോ. അതായത് ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. അതാണ് ഇനി നമ്മൾ അടുത്തത്. അതിന്റെ ഫോർമുലയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ. ഡിസ്ചാർജിന് എടുക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഈ പറയുന്ന ഒരു ഡോക്ടർ രോഗിക്ക് വളരെ ഫോർമൽ ആയിട്ട് ഒരു ഡിസ്ചാർജ് അപ്രൂവ് ചെയ്യുന്ന സമയം തൊട്ട് ആ സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വിടുന്നത് വരെയുള്ള ഒരു സമയമാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഇവിടെ പറയാണ്, അതായത് ഒരു ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് അപ്രൂവ് ചെയ്യുന്ന ഒരു സമയമുണ്ട് അല്ലെ. ആ ഒരു സമയം തൊട്ട് ആ ഒരു രോഗി യൂണിറ്റ് വിടുന്നത് വരെയുള്ള ടൈമാണത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തല്ല അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെ എടുക്കുന്ന സമയമല്ല ഇവിടെ നമ്മൾ എടുക്കുന്നത്. പകരം എന്താണ്? ഒരു ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്തോളൂ എന്നുള്ളൊരു ഇൻഫർമേഷൻ, ഒരു അപ്രൂവൽ കൊടുക്കുന്ന ഒരു സമയമുണ്ട് അല്ലെ. ആ ഒരു കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് യൂണിറ്റ് വിടുന്നത് വരെയുള്ള ടൈമാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അഥവാ ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞപ്പോ ടൈം ടേക്കൺ ഫോർ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഇതുപോലെ OP-യില് അല്ലെ, പേഷ്യന്റിന് രോഗി എത്തുന്ന സമയം തൊട്ട് ആ ഒരു ഡോക്ടറുടെ റൂമിൽ കയറി ഡോക്ടർ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയമാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഇവിടെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient leaving the clinical unit. അതാണ് പറയുന്നത്. The discharge process is considered to have initiated when the consultant formally approves the discharge. അല്ലെ, അതായത് ആ ഒരു ഡോക്ടർ അത് ഫോർമൽ ആയിട്ട് ആ ഒരു ഡിസ്ചാർജ് അപ്രൂവൽ കൊടുക്കുന്ന സമയം തൊട്ട് ഇവിടം വരെയാണ് and ends with the patient leaving the clinical unit. ആ ഒരു രോഗി ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ള സമയമാണ് ഡിസ്ചാർജിലെടുത്ത സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫോർമുല വരിക? എന്തായിരിക്കും ഫോർമുല വരിക നോക്കിക്കേ. സം ഓഫ് ദ ടൈം ടേക്കഡ് ഫോർ ഡിസ്ചാർജ് അല്ലെ, ഡിസ്ചാർജിനെടുത്ത ആകെ സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ് അല്ലെ, ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം. ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആകെ ഡിസ്ചാർജുകളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്, ശരിയല്ലേ? ആകെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആകെ ഡിസ്ചാർജുകളുടെ എണ്ണം തന്നെയാണ് അല്ലെ. അപ്പൊ ആകെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള എണ്ണം എടുക്കുക, അതിനകത്ത് എത്ര സമയം കൊണ്ടാണ് ഡിസ്ചാർജിന് എടുത്തിട്ടുള്ളത്, എത്ര സമയം കൊണ്ടാണ് ആളുകൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ, ഇൻറ്റു നമ്മൾ ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ അത് വരുന്നത്. പെർസെന്റേജ് അല്ല, നമ്മൾ ജസ്റ്റ് ഒരു ആവറേജ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. ആവറേജ് കാര്യം എന്താണ്? ന്യൂമറേറ്ററിൽ വന്നേക്കുന്നത് സമ്മാണ്, തുകയാണ് അല്ലെ, തുകയാണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ വന്നേക്കുന്നത് നമ്പറാണ്. അപ്പൊ തുക ബൈ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എന്താ ഇവിടെ കണക്കാക്കുന്നത്? ശരിക്കും ആവറേജ് ആണ് അല്ലെ, ശരാശരിയാണ് നമ്മൾ കണക്കാക്കുന്നത്. വെച്ചാൽ ആവറേജ് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് ആണ് അല്ലെ. അതായത് പൊതുവെ ഡിസ്ചാർജ് എടുക്കുന്ന ഒരു ശരാശരി സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല എന്താണ്? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് കേട്ടോ, ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ആകെ പേഷ്യൻസുകളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് അപ്പൊ നോക്കാം 25ാമത്തെ കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഇതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെ, പൂർണ്ണമല്ലാത്തതും പ്രോപ്പർ അല്ലാത്ത കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഇതാണ് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് അല്ലെ, അതായത് അപൂർണമായിട്ടുള്ളത്, പൂർണ്ണമല്ലാത്തതും അതുപോലെ തന്നെ ഇംപ്രോപ്പർ, പ്രോപ്പർ അല്ലാത്ത കൺസെന്റോട് കൂടിയിട്ടുള്ള, സമ്മതത്തോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി അറിയാം. നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ നമുക്ക് അവരൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ അവർക്കൊരു പ്രൊസീജിയർ ചെയ്യാനോ ആയിട്ട് പാടുള്ളതല്ല. കാര്യം അവരുടെ കൃത്യമായിട്ടുള്ള കൺസെന്റ് അവിടെ വേണം എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ എന്താണ്, ഏത് ചാപ്റ്റർ ആണെന്നോ? ക്വാളിറ്റി മാനേജ്മെന്റ്. രാഷ്ട്രീയത്തിലാണോ ക്ലാസ്സിൽ കയറുന്നത്? നമ്മൾ എടുക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ അതിനകത്ത് അപ്പൊ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്തത് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇൻഫോംഡ് കൺസെന്റ്. എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും ഇൻഫോംഡ് കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മള് കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിച്ചതിന് ശേഷം, പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ലഭിക്കുന്ന ഒരു സമ്മതമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു രോഗിയുടെ അടുത്ത് എല്ലാ വിവരങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്താണ് ലഭിക്കുന്ന സമ്മതമാണ് ഇൻഫോംഡ് കൺസെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. കൺസെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സമ്മതമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻഫോംഡ് കൺസെന്റ് ആണ്. നമ്മൾ കാര്യങ്ങൾ എല്ലാ ഇൻഫർമേഷൻസ് അവർ അറിയിച്ചതിന് ശേഷം നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മതമാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ചില കാര്യങ്ങളുടെ ഒരു പൊട്ടും പൊടിയൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒക്കെ ഇന്ന് മേടിക്കുന്ന ഒരു സമ്മതമല്ല. കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള അവയർനെസ് അവർക്ക് കൊടുത്ത് വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും വിവരങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചതിന് ശേഷം അവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മതം, അതാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ഇൻഫോംഡ് കൺസെന്റ് is a type of consent in which the health care provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure or treatment with the risk and benefit, so as to make the patient able to take an informed decision of his or her health care. ശരിയാണ് അല്ലെ?
സാധാരണയായിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന ആ ഒരു പേഷ്യന്റിൽ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി, അവരിൽ ഒരു പ്രൊസീജിയർ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവർക്ക് അതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം, അല്ലെ? കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം. അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അവരുടെ പ്രൊസീജിയറിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെ? ഏതൊരു ട്രീറ്റ്മെന്റിനായാലും പ്രൊസീജിയറിനും അതിൻ്റെതായ ചില കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതിൻ്റെതായ ചില പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവർക്ക് ധാരണ കൊടുത്തിരിക്കും. അത് മാത്രമല്ല, ഇനിയിപ്പോ ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ അവര് എന്താ പറയാ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്, ഇനി അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള വളരെ വ്യക്തവും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആരെ അറിയിച്ചിരിക്കണം? പേഷ്യന്റിനെ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് നേടിക്കുന്ന സമ്മതം, അതാണ് എന്ത് ഇൻഫോർമഡ് കൺസെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സോ ആസ് ടു മേക്ക് ദ പേഷ്യന്റ് ഏബിൾ ടു ടേക്ക് an informed decision of his or her health care. കാരണം ഇപ്പൊ നമുക്കായി കഴിഞ്ഞാലും നമുക്ക് ആ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ, അതിന്റെ പൊട്ടൻഷ്യൽ റിസ്കുകൾ, അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ട് ഡോക്ടർമാർ പൂർണ്ണമായിട്ട് നമ്മൾ അറിയിക്കണം. അങ്ങനെ അറിയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് എടുക്കണം, ഏത് പ്രൊസീജിയർ എടുക്കണം എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കൺസെന്റ് ഉണ്ടല്ലോ, സമ്മതം, അതാണ് അങ്ങനെയുള്ള ഒരു കൺസെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് പൂർണ്ണമല്ലാത്തതും പ്രോപ്പർ അല്ലാത്തതുമായ അത്തരത്തിലുള്ള കൺസെന്റുകൾ ലഭിക്കാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലാണ്ട് വെറും ഒരു സമ്മതം അല്ലാട്ടോ. അതുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെന്റ് എന്താണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള കൺസെന്റ് ഇല്ലാതെ, പ്രോപ്പർ അല്ലാത്ത കൺസെന്റ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും അതിന്റെ ഫോർമുല? എന്തായിരിക്കും വരിക? നോക്കിക്കേ. Number of medical records having incomplete or improper consent. അല്ലെ? ന്യൂമറേറ്ററിൽ എന്താ വരിക? Number of medical records having incomplete or improper consent. അതായത് പ്രോപ്പർ അല്ലാത്തതും അതുപോലെ പൂർണ്ണമല്ലാത്തതുമായിട്ടുള്ള കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. അല്ലെ? നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, അതായത് ഡിസ്ചാർജുകളുടെയും ആകെ മരണപ്പെട്ടവരുടെയും എണ്ണമാണ് അവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കുന്നത്. ഇവിടെ പറയാണ് നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് പൂർണ്ണമല്ലാത്തതോ പ്രോപ്പർ അല്ലാത്ത കൺസെന്റോട് കൂടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. അല്ലെ? ആകെയുള്ള ഡിസ്ചാർജുകളുടെയും മരണങ്ങളുടെയും ആകെ എണ്ണം ഇൻറ്റു 100. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, അതെന്താണ് നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് എന്ന് എടുത്തേക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഡിനോമിനേറ്ററിൽ എടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അപ്പൊ നിങ്ങൾ കുറച്ച് ചിന്തിക്കണം. കാര്യം നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചിരുന്നു, അല്ലെ? മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ കംപ്ലീഷൻ ഓഫ് റെക്കോർഡ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കിയിരുന്നു, അല്ലെ? ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. നമുക്ക് ഓർമ്മയുണ്ടത്? നമ്മൾ എന്താ പറഞ്ഞത്? സാധാരണയായിട്ട് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ, അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡിസ്ചാർജിന് തൊട്ട് മുൻപ് തന്നെ എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം? മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തില് മെഡിക്കൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആയിക്കഴിഞ്ഞാലും മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഫിസിഷ്യൻ ആണുള്ളത്. അതുപോലെ തന്നെ 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, സാധാരണയായിട്ട് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ട മെഡിക്കൽ റെക്കോർഡ് ആരുടെ ആയിരിക്കും? ഡിസ്ചാർജ് ചെയ്ത കേസുകളുടെ മെഡിക്കൽ റെക്കോർഡുകൾ അല്ലേ അവിടെ കംപ്ലീറ്റ് ആവേണ്ടത്? ആണല്ലോ. അതുപോലെ തന്നെ മരണപ്പെട്ടവര്, അവരുടെ റെക്കോർഡുകൾ അല്ലേ ശരിക്കും മെഡിക്കൽ റെക്കോർഡുകളാണ് കംപ്ലീറ്റ് ആവേണ്ടത്? ആണല്ലോ. അല്ലാണ്ട് നിലവിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം അവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പൊ പൊതുവെ എന്തായിരിക്കും, ഒന്നുകിൽ ഡിസ്ചാർജ് ചെയ്തു പോയ ആളുകളുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ റെക്കോർഡുകളായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വന്നത്, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് അല്ലെ, ആകെയുള്ള ഡിസ്ചാർജുകളുടെയും ഡെത്തുകളുടെയും എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ ഡിസ്ചാർജ് ചെയ്തതിന്റെയും മരണങ്ങളുടെയും മെഡിക്കൽ റെക്കോർഡുകളാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ട മെഡിക്കൽ റെക്കോർഡുകളുടെ എത്ര എണ്ണം പ്രോപ്പർ കൺസെന്റ് ഇല്ലാതെയും ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്ന റെക്കോർഡുകൾ എത്ര എണ്ണമുണ്ട്, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻറ്റു 100 എന്തുകൊണ്ട് എടുക്കുന്നത്, പെർസെന്റേജ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും, ആകെ മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണം എടുത്താൽ പോരെ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുകയുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ആകെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ളവർക്കും മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്, അതും കൂടി ഇതിൽ ഉൾപ്പെടും. പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസ്ചാർജ് ചെയ്യപ്പെട്ടവരുടെയും മരണപ്പെട്ടവരുടെയും മെഡിക്കൽ റെക്കോർഡുകളായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ട മെഡിക്കൽ റെക്കോർഡുകളിൽ എത്ര എണ്ണം കംപ്ലീറ്റ് അല്ലാതെയും പ്രോപ്പർ കൺസെന്റ് ഇല്ലാതെയും ഇരിക്കുന്നുണ്ട് മെഡിക്കൽ റെക്കോർഡിൽ ഇരിക്കുന്നത്, അതിന്റെ എണ്ണമാണ് കാൽക്കുലേറ്റഡ് ഇൻറ്റു 100 കേട്ടോ, പെർസെന്റേജ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ചിലത് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല കൊടുത്തേക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ആ രീതിയിൽ ഒന്ന് ചിന്തിക്കുന്നത്, അത് തെറ്റാതിരിക്കുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒന്ന് ജസ്റ്റ് വായിക്കാം. ഇൻഫോംഡ് കൺസെന്റ് is a type of consent in which the health care provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure or treatment with the risk and benefit, so as to make the patient able to take an informed decision of his or her health care. Formula എന്താണ്? Number of medical records having incomplete or improper consent divided by number of discharges and death into 100. Clear ആണല്ലോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഫോർമുല നമുക്ക് നോക്കാം. അടുത്ത കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇതാണ് 26 കേട്ടോ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. അതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് കേട്ടോ. എന്താണ് സ്റ്റോക്ക് ഔട്ട് ആവാന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സ്റ്റോക്ക് തീർന്നു പോവുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല. അതായത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്, അതായത് അടിയന്തര മരുന്നുകള് തീർന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭ്യമല്ലാതിരിക്കുന്ന അടിയന്തര മരുന്നുകളുടെ എമർജൻസി മെഡിക്കേഷനുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇപ്പൊ നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് എന്താ പറയാ ഹോസ്പിറ്റലുകളിലും മറ്റൊക്കെ മിക്കപ്പോഴും എന്താണ് എമർജൻസി മെഡിസിൻസ് ഒക്കെ എന്തായിരിക്കും, സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും, തീർന്നു പോകാറുണ്ട്. ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ക്യാൻസർ രോഗികളുടെ ഒക്കെ മരുന്നുകളൊക്കെ തീർന്നു പോകുന്ന അവസ്ഥ, അടിയന്തര മരുന്നുകളൊന്നും തന്നെ ഉണ്ടാവാത്ത അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെ ഈ അടിയന്തര മരുന്നുകളുടെ തീർന്നു പോകുന്ന അല്ലെങ്കിൽ ലഭ്യമല്ലാതിരിക്കുന്ന അടിയന്തര മരുന്നുകളുടെ എമർജൻസി മെഡിക്കേഷനുകളുടെ ശതമാനം. ഓക്കെ. അപ്പൊ നോക്കിക്കേ, എന്താണ് സ്റ്റോക്ക് ഔട്ട്? സ്റ്റോക്ക് ഔട്ട് എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. എന്താണ് സ്റ്റോക്ക് ഔട്ട്? തീർന്നു പോകുന്ന അവസ്ഥ, അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റോക്ക് ഔട്ട് ഈസ് എൻ ഇവന്റ് which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. അല്ലെ, അതായത് തീർച്ചയായിട്ടും എന്താണ്, ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ള സമയത്ത്, അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ലഭ്യമല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന അടിയന്തര മരുന്നുകൾ അല്ലെ, അതിനെയാണ് അങ്ങനെ തീർന്നു പോകുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് when an item listed as an emergency medication, എമർജൻസി മെഡിക്കേഷൻ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള മരുന്നുകൾ ആ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ലഭ്യമല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, തീർന്നു പോകുന്ന അവസ്ഥ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഔട്ട്. ഓക്കെ. ഫോർമുല എന്തായിരിക്കും ഇപ്പൊ വരിക? എന്തായിരിക്കും ഫോർമുല വരിക? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ് അല്ലെ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ്, അതായത് തീർന്നു പോകുന്ന സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു 100. നിങ്ങൾ പേന എടുക്കണം, അവിടെ ഇൻറ്റു മിസ്സിംഗ് ആണ് കേട്ടോ. ഇൻറ്റു എന്നുള്ളത് സൈൻ അവിടെ മിസ്സിംഗ് ആണ്, അവിടെ ഇൻറ്റു ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, അവിടെ മിസ്സിംഗ് ആണത്. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ
number of drugs listed as the emergency drugs in hospital formulary. അതായത് ഹോസ്പിറ്റൽ ഫോർമുലറിക്കകത്ത് എമർജൻസി ഡ്രഗുകൾ അടിയന്തര മരുന്നുകളായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആകെ മരുന്നുകളുടെ എണ്ണം. അതിനകത്ത് ലഭ്യമല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന എമർജൻസി ഡ്രഗുകളുടെ എണ്ണം ഇൻറ്റു എന്താണ് 100% ആണ് നമ്മൾ പറയുന്നത്. സോ ഇൻറ്റു 100. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പൊ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറിയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ഫാർമസി പഠിച്ചിട്ട് അതന്നെ കറക്റ്റ് ആണ്. കാരണം ഡ്രഗ് ലിസ്റ്റ് ആണ്. നിങ്ങൾ ഫാർമസി പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി? ഏതൊരു ഹോസ്പിറ്റലിലും അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാവും. അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സാധാരണ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഏകദേശം ഒരു 250 തൊട്ട് 300 ഡ്രഗ്സ് എങ്കിലും ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അത്തരത്തിൽ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എമർജൻസി ഡ്രഗുകളായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആകെ മരുന്നുകളുടെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര എമർജൻസി മെഡിക്കേഷൻസുകൾ തീർന്നു പോയിട്ടുണ്ട്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഇത് തെറ്റില്ല നിങ്ങൾക്ക്? അടുത്തത് കേട്ടോ 27th 27ാമത്തെ എന്താ പറയാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നോക്കാം കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. പേര് എടുക്കണം കേട്ടോ. കാര്യം ഇവിടെ ഒരു ഫോർമുല മിസ്സിംഗ് ആണ്. ഇവിടെ ഫോർമുല കൊടുത്തിട്ടില്ല. അത് നമുക്ക് എഴുതി വെക്കണം കേട്ടോ. അതൊരു പേന എടുത്ത് കയ്യിൽ വെച്ചോളൂ. അതുപോലെ ഇവിടെ ഇൻറ്റു ചേർക്കണം കേട്ടോ. ഇവിടെ ഇൻറ്റു ഇട്ടിട്ടില്ല, അത് ചേർക്കണം കേട്ടോ. അടുത്തത് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ് ആണ്. ഇനി മോക്ക് ഡ്രിൽസിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. അതാണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന നിരീക്ഷിക്കപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. അപ്പൊ എന്താണ് മോക്ക് ഡ്രില്ല്? എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് ശരിക്കും? അത് ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ? അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ അതിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ്, ഒരു തയ്യാറെടുപ്പ്. കാര്യം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ കരഞ്ഞരച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാവും. അങ്ങനെയല്ല, നമ്മൾ എന്ത് സാധാരണ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായി, ആ സമയത്ത് ഇത് വേണം നമ്മൾ പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാല് അതിനെങ്ങനെ നമ്മൾ തയ്യാറെടുപ്പുകൾ എടുക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് ആണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. സാധാരണ സ്കൂളുകളിൽ, ഓഫീസുകളില്, ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും എന്താണ് മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ എങ്ങനെ അതിനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നതിന് ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു എക്സസൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അറിയാമോ നിങ്ങൾക്ക്? അപ്പൊ അത്തരത്തില് ഈ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ മോക്ക് ഡ്രില്ലിൽ വരുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടാവാന്ന് വെച്ചാൽ ഉണ്ടായിട്ടില്ല, തീപിടുത്തം ഉണ്ടാവാണെങ്കിൽ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നതിന് ഒരു മോക്ക് ഡ്രിൽ അവിടെ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അതിനായിട്ടൊരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാണ്. അപ്പോ ഈ ഒരു മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യണം. പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നതിനൊരു എക്സസൈസ് അവിടെ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോ അവർ കൊടുക്കുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ്. അതായത് അലാം സ്വിച്ച് ഓൺ ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അലാം അടിക്കുകയാണ്. അപ്പൊ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ അലാമിൽ നിന്ന് സൗണ്ട് വരികയാണ്. ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അപ്പൊ തന്നെ എന്താണ് വിത്തിൻ 5 minutes 5 മിനിറ്റിനുള്ളിൽ ആളുകൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഗ്രൗണ്ട് ഫ്ലോറിനകത്തോട്ട് എത്തണം. ഗ്രൗണ്ട് ഫ്ലോറിനല്ല, പുറത്തെ ഗ്രൗണ്ടിനകത്തോട്ട് എത്തണം. ഇതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഓക്കെ, അതാണ് അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചത്. ആ ഒരു രീതിയിലാണ് അവർ മോക്ക് ഡ്രില്ലിനെ സെറ്റ് ചെയ്ത് വെച്ചത്. അത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അങ്ങനെയാണ്. സ്വിച്ച് ഇടുന്നു, സ്വിച്ച് ഇടുന്ന സമയത്ത് തന്നെ അപ്പൊ തന്നെ പെട്ടെന്ന് സൗണ്ട് വരികയാണ്, അലാർമിംഗ് സൗണ്ട് വരുവാണ്. ആ സൗണ്ട് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് വിത്തിൻ 5 minutes 5 മിനിറ്റിനുള്ളിൽ തന്നെ ആളുകൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിരിക്കണം. ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ആ ഒരു ഗ്രൗണ്ടിനകത്തേക്ക് എത്തണം. ഇതാണ് അവർ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു മോക്ക് ഡ്രിൽ. അങ്ങനെയാണ്.
അങ്ങനെ അവർ കണ്ടക്ട് ചെയ്യാണ്. കണ്ടക്ട് ചെയ്ത സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അലാമിൽ നിന്ന് പെട്ടെന്ന് സൗണ്ട് വന്നില്ല. അതായത് ഒരു 2 മിനിറ്റുകൾക്ക് ശേഷമാണ് എന്തെങ്കിലും സൗണ്ട് വന്നത്, അലാറം അടിച്ചത്. ഓക്കെ, സാധാരണ അങ്ങനെ ആയിരുന്നില്ല. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ വരെ സ്വിച്ച് അമർത്തുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ സൗണ്ട് വരുന്നത് എങ്ങനെയായിരുന്നു. പക്ഷെ എന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ സൗണ്ട് വരാനൊരു 2 മിനിറ്റ് താമസം എടുത്തു. 2 മിനിറ്റുകൾക്ക് ശേഷമാണ് അലാം അടിക്കുന്നത്, സൗണ്ട് വരുന്നത്. അത് മാത്രമല്ല, സൗണ്ട് വരുന്നു, ആളുകൾ ഇവാക്വേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ പറഞ്ഞത് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ഇവാക്വേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്താണ്, ആളുകൾ ഒരു 4 മിനിറ്റ് കൂടുതൽ എടുത്തു. അതായത് 5 മിനിറ്റ് എന്നുള്ളത് ഒരു എന്താ പറയാ ഒരു 9 മിനിറ്റ് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന ഇവാക്വേറ്റ് ചെയ്തിട്ട് പുറത്തത്തെ ഗ്രൗണ്ടിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോ അവിടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്ന് കുറച്ച് വാരിയേഷൻസുകൾ വന്നു. എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പ്രകാരം സ്വിച്ച് ഇട്ട ഓൺ ദ സ്പോട്ടിന് സൗണ്ട് വരണമായിരുന്നു. പക്ഷെ എന്തുണ്ട്, വാരിയേഷൻ വന്നു. സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പെട്ടെന്ന് സൗണ്ട് വന്നില്ല. 2 മിനിറ്റുകൾക്ക് ശേഷമാണ് സൗണ്ട് വന്നത്. അത് മാത്രമല്ല, മറ്റൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അവർ പറഞ്ഞിരുന്നത് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ആളുകൾ ഇവാക്വേറ്റ് ചെയ്യണമെന്നാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? 4 മിനിറ്റ് അവിടെ കൂടുതൽ എക്സ്ട്രാ എടുത്തു, അല്ലെ? 9 മിനിറ്റ് കൊണ്ടാണ് ആളുകൾ എവിടേക്ക് എത്തിപ്പെട്ടത്, താഴത്തെ ഗ്രൗണ്ടിലോട്ട് എത്തിയത്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്ന് വന്ന വാരിയേഷൻസ് അല്ലേ ആ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ എണ്ണമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ മോക്ക് ഡ്രിൽ ഒരു കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വരുന്ന വ്യതിയാനങ്ങളുടെ ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ മോക്ക് ഡ്രിൽ എന്താണ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. മോക്ക് ഡ്രിൽ ഈസ് എ സിമുലേഷൻ എക്സർസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നാലും അതിന് പ്രിപ്പയർഡ് ആക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൊടുക്കുന്ന ഒരു എക്സർസൈസ് ആണ് മോക്ക് ഡ്രിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണല്ലോ. ഓക്കെ, ഇറ്റ് കുഡ് ബി എൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. ഇവന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും ദുരന്തങ്ങളായിരിക്കാം, അല്ലെ? എന്ത് വേണമെങ്കിലും ആവാം, അതായത് പ്രതികൂല സംഭവങ്ങളായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതാണ് കേട്ടോ. പിന്നെ എന്താണ്, ദിസ് ഈസ് ബേസിക്കലി എ ഡ്രൈ റൺ ഓർ പ്രിപ്പയർഡ്നെസ് ഡ്രിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം, എന്ന് പറഞ്ഞൊരു ഡ്രൈ റൺ എന്ന് പറയാം, അതിന്റെ പ്രിപ്പയർഡ്നെസ് ഡ്രിൽ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മോക്ക് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം, ഡ്രൈ റൺ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ് ഡ്രിൽ എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഫയർ മോക്ക് ഡ്രിൽ സാധാരണ കണ്ടക്ട് ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അതിന് എന്താ പറയാ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അതിനായിട്ടുള്ള ഫയർ മോക്ക് ഡ്രില്ല്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഡ്രില്ല്, എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നടത്തുന്ന ഡ്രില്ല്. അതുപോലെ കോഡ് ബ്ലൂ ഡ്രില്ല്, അല്ലെ? കോഡ് ബ്ലൂ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എവിടെയുള്ളത്? കോഡ് ബ്ലൂ ഹോസ്പിറ്റലിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? കോഡ് ബ്ലൂ എന്താണ്? പ്രത്യേകിച്ച് കാർഡിയക് അറസ്റ്റ് ഒക്കെ വരുന്ന കാർഡിയക് അറസ്റ്റ് ഒക്കെ വരുന്ന പേഷ്യൻസ് ഇല്ലേ, അവരെയൊക്കെ പെട്ടെന്ന് എമർജൻസി ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രില്ലാണ് കേട്ടോ. കോഡ് ബ്ലൂ ഡ്രിൽ എന്നാണ് പറയുക. പിന്നെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ. നമ്മളിപ്പോ കോവിഡ് ഒക്കെ വന്നപ്പോ ഒരു ഇതുണ്ടായിരുന്നില്ലേ, അതുപോലെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഫോർമുല കൊടുത്തിട്ടില്ല, ഫോർമുല ഇവിടെ മിസ്സിംഗ് ആണ്, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇനി എനിക്കും ഫോർമുല വരിക, എഴുതി വെച്ചോളൂ കേട്ടോ. ഫോർമുല എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കാം. ഇനി എനിക്കും ഫോർമുല വരിക, ടോട്ടൽ നമ്പർ ഓഫ് എഴുതി വെക്കാം കേട്ടോ. അവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ഫോർമുല ഇതാണ്, ടോട്ടൽ നമ്പർ ഓഫ് variation observed in mock drills. എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ എന്ത് തന്നെയായിരിക്കും? ആ ഹെഡിങ് തന്നെയായിരിക്കും, അല്ലെ? ഹെഡിങ് തന്നെയായിരിക്കും എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ നോക്കൂ, the total number of variations observed in mock drills എഴുതിയോ? ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക? ടോട്ടൽ നമ്പർ ഓഫ് observations made. Total number of observations made into 100. അപ്പൊ അതോടെ പറയാണ്, ഫോർമുല ഇതാണ്, ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് observed in mock drills divided by total number of observations made into 100. എഴുതിയില്ലോ എല്ലാവരും? കിട്ടിയോ എല്ലാവർക്കും? എഴുതിയോ? അപ്പോ നമ്മുടെ ഡിനോമിനേറ്ററിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്, ഒബ്സർവേഷൻ ഒന്നോട് പറയണം. ടോട്ടൽ നമ്പർ ഓഫ്
variations observed in mock drill, heading തന്നെയാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് variations observed in mock drill divided by അടുത്ത ഡിനോമിനേറ്റർ ആണ് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് observations made into 100. അപ്പൊ നമ്മള് കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ നോക്കി നമ്മൾ ഡിനോമിനേറ്ററിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് എന്നാണ് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മോക്ക് ഡ്രിൽസ് കണ്ടക്റ്റഡ് ആണ് അല്ലെ? ആകെ കണ്ടക്ട് ചെയ്തിട്ടുള്ള മോക്ക് ഡ്രില്ലുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? അതായത് ആകെ നടത്തിയിട്ടുള്ള ഒബ്സർവേഷനുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ നടത്തിയിട്ടുള്ള മോക്ക് ഡ്രില്ലുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? മോക്ക് ഡ്രില്ലുകളുടെ എണ്ണം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനകത്ത് എത്ര മോക്ക് ഡ്രില്ലിനകത്ത് ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും വേരിയേഷൻസ് ഒബ്സർവ് ചെയ്യുന്നു into 100 കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു എന്താ പറയാ നാലെണ്ണിൽ നമ്മൾ പറഞ്ഞ നാല് ഫോർമുലകൾ ഒന്ന് വായിച്ചു നോക്കി. 2 മിനിറ്റ് കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വായിക്കട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയില്ല എല്ലാവരും? കുഴപ്പമില്ലല്ലോ. അടുത്ത നോക്കാം കേട്ടോ. നമുക്ക് 28ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. നോക്കിക്കേ, പേഷ്യന്റ് ഫാൾട്ട് റേറ്റ് കേട്ടോ. അതാണ് പേഷ്യന്റ് ഫാൾട്ട് റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേറ്റ് കേട്ടോ. ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേറ്റ്. അപ്പോ പലവർക്കും പേഷ്യന്റ് ഫാൾട്ട് റേറ്റ് കേട്ടപ്പോ നിങ്ങൾ ക്വാളിറ്റി അഷ്യൂറൻസിനകത്ത് പഠിച്ചിരുന്നു അല്ലെ? അപ്പം ചിലർക്ക് ഒരു ഡൗട്ട് ആണ്, പേഷ്യന്റ് ഫാൾട്ട് റേറ്റ് എന്ന് പറയുന്നത് ഈ പേഷ്യന്റുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ശരിക്കും വീണ് പോകുന്ന പേഷ്യന്റുകളുടെ എണ്ണമാണ് കേട്ടോ. വീഴ്ച സംഭവിക്കുന്ന പേഷ്യന്റുകളുടെ എണ്ണം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പേഷ്യന്റുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവല്ല ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്തെങ്കിലും കാരണവശാൽ അവിടെ വീഴ്ച സംഭവിക്കുന്ന വീണ് പോകുന്ന പേഷ്യന്റുകളുടെ എണ്ണമാണ് കേട്ടോ. ഓക്കെ, ചിലർ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പേഷ്യന്റ് ഫാൾട്ട് റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ്, നമ്മൾ 1000 പേഷ്യന്റ് ഡേയ്സിലേക്കാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫാൾ? ഫാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീഴ്ച അല്ലെ, വീണ് പോകുന്ന അവസ്ഥയാണ് പറയുന്നത്. ജസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കതിന്റെ വായിക്കാം. എ ഫാൾ ഈസ് ഡിഫൈൻഡ് ആസ് ലോസ് ഓഫ് അപ്രൈറ്റ് പൊസിഷൻ that results in landing on the floor, ground or an object of furniture or a sudden uncontrolled, unintentional, non-purposeful downward displacement of the body to the floor or ground or hitting another object like a chair or stair. അല്ലെ, നമുക്കറിയാവുന്നതാണ് വീഴാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരിയായിട്ടുള്ള ഒരു പൊസിഷൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അല്ലെ? നമ്മൾ നേരായിട്ടുള്ള നമ്മുടെ ഒരു പൊസിഷൻ ഉണ്ട് അല്ലെ? നമ്മൾ നേരെ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അതിന് വരുന്നൊരു എന്താ പറയാ വീഴ്ച. അതാണ് അറിയാലോ ഫാൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമില്ല. അതായത് അപ്രൈറ്റ് പൊസിഷൻ നഷ്ടപ്പെട്ടിട്ട് ഒന്നില്ലെങ്കിൽ ആ ഒരു ലോക്കി നമ്മൾ ഫ്ലോറിലോട്ട് വീഴുന്ന ഒരു അവസ്ഥ അല്ലെ? അതെന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ് അല്ലെ? സഡൻ ആയിട്ട് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഇന്റൻഷനൽ ആയിട്ട് ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കാരണവശാൽ ബോധം നഷ്ടപ്പെട്ട് വീഴുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയാ വല്ല പടികൾ സ്റ്റെയറിൽ നിന്ന് വീഴുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കസേരയിൽ നിന്ന് വീഴുന്നതായിരിക്കാം, ബെഡിൽ നിന്ന് വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവിടെ വല്ല വീണ് പോകുന്നതാവാം. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Unintentional or non-purposeful downward displacement of the body to the floor or ground. അതായത് നമുക്ക് എന്ത് പറയാം, hitting another object like a chair or stair കേട്ടോ. നമ്മളൊരു ചെയറിൽ നിന്നോ അല്ലെങ്കിൽ വല്ല സ്റ്റെയറിൽ നിന്നൊക്കെ വീഴുന്നതോ ഇടിക്കുന്നതോ എല്ലാം എന്താണ് നമ്മുടെ ആ ഒരു ഫോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഫോൾസ് അതായത് വീണ് പോകുന്ന പേഷ്യന്റുകളുടെ എണ്ണമാണ് അവിടെ നമ്മൾ കണക്കാക്കുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് an event that ends in a person coming to rest unknowingly
on the ground or floor or the other lower level അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ ഈ വീട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവര് അൺനോയിങ് അറിയാതെ തന്നെ അവര് റെസ്റ്റിലോട്ട് വരികയാണ്, അതിന് ഗ്രൗണ്ടിലോട്ട് വീട് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല, എങ്ങനെയായിരിക്കും വരിക? ഇതായിരിക്കും ഫോർമുല വരിക, നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് അല്ലെ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ്, വീണ് പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. കാര്യം നമ്മൾ കണക്കാക്കുന്നത് ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എങ്ങനെയാണ് വരുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. നമ്മൾ 1000 യൂണിറ്റിലാണ് കണക്കാക്കുന്നത്, 1000 പേഷ്യന്റ് ഡേയ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, the total number of days that the patient has been hospitalized അല്ലെ. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണമാണ് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത്. നമ്മൾ കണക്കാക്കുന്നത് 1000 പേഷ്യന്റ് ഡേയ്സ് ആണ്. ചില ഈ പറയുന്ന രോഗികള് 1000 ദിവസങ്ങളില് ഈ പറയുന്ന രോഗികള് അല്ലെ, ഓരോ രോഗികളും 1000 ദിവസത്തോളം ചെലവഴിച്ചിട്ടുള്ള രോഗികളുടെ ആ ഒരു എന്താ പറയാ, 1000 ദിവസങ്ങളല്ല, 1000 രോഗികള് ചെലവഴിക്കപ്പെട്ട ദിവസങ്ങളുടെ എണ്ണമാണ്. നമ്മളൊരു 1000 രോഗികളിലാണ് അത് കണക്കാക്കുന്നത്. ഒരു രോഗിയിലല്ല, ഒരു യൂണിറ്റ് ആണ്, 1000 പേഷ്യൻസിനാണ് നമ്മളത് കണക്കാക്കുന്നത്. ഏകദേശം ഒരു 1000 പേഷ്യൻസ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളുടെ ആകെ ആ എണ്ണത്തില് എത്ര പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വീണ് പോകുന്നുണ്ട്, ഈ ഒരു രീതിയിലൊക്കെ വീണ് പോകുന്ന പേഷ്യന്റുകളുടെ എണ്ണം കേട്ടോ, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. 1000 പേഷ്യന്റ് ഡേയ്സിലാണ് നമ്മൾ കണക്കാക്കുന്നത്, ഇൻടു 1000. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് 29ാമത്തെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. ഇതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, സമീപ നഷ്ടങ്ങളുടെ ശതമാനം. സമീപ നഷ്ടങ്ങളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു നിയർ മിസ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. ക്വാളിറ്റി അഷ്വറൻസിനകത്ത് നിങ്ങൾ പഠിച്ചില്ലേ, നിയർ മിസ് സെന്റിമെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാല് ഒരു രോഗിക്ക് പഠിച്ചില്ലേ, അതായത് ഒരു രോഗിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രതികൂല സംഭവമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമാണ്. പക്ഷെ എന്താണ്, ഭാഗ്യവശാല് രോഗിക്ക് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, രോഗി രക്ഷപ്പെടുകയാണ്. നമ്മൾ പറയില്ലേ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രോഗിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അപകടം, അത് തന്നെ ഹാപ്പൻ ഓർ നോട്ട് ഹാപ്പൻ അല്ലെ. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മോശം കാര്യമായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. ഫോർച്ചുനേറ്റ്ലി അത് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതിനെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു രോഗിയെ സർജറിക്ക് വേണ്ടി കയറ്റിയിട്ടാണ്. രോഗിക്ക് സർജറി ചെയ്യേണ്ടത് റിസ്റ്റിന്റെ ഭാഗത്താണ്, അതായത് നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്താണ് രോഗിക്ക് സർജറി ചെയ്യുന്നത്. പക്ഷെ ഡോക്ടർ അറിയാതെ ഒരു എന്താ പറയാ ശ്രദ്ധിക്കാതെ ഒരു ഷോൾഡറിന്റെ പോർഷന്റെ അവിടെ സർജറി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഡോക്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് അനസ്തേഷ്യോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അത് ശ്രദ്ധിക്കുകയാണ്, അദ്ദേഹം ഡോക്ടറിന്റെ അലർട്ട് കൊടുക്കുകയാണ്. ഡോക്ടറെ എന്റെ ഷോൾഡറിലല്ല ാണ് ഇത് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ വരികയാണ്. അതൊരു നിയർ മിസ് ആണ് ശരിക്കും. വെച്ച് കഴിഞ്ഞാല് ഷോൾഡറിലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ അതുമൂലം എന്ത് സംഭവിച്ചാൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ രോഗിക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ പലതായിരുന്നു, പക്ഷെ ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല, അതിന്റെ രോഗി രക്ഷപ്പെടുകയാണ്. സംഭവം അവിടെ മാറിപ്പോവുകയാണ് അല്ലെ. അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് ഓഫ് നിയർ മിസ് പറയുന്നുണ്ട്. what is the near miss? A near miss is an unplanned event that did not end in injury, illness or damage. അല്ലെ, ഈ പറയുന്ന ഒരിക്കലും അത്തരം സംഭവങ്ങൾ അൺപ്ലാൻഡ് ആയിട്ട് വരുന്നതാണ് അല്ലെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന സംഭവമാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു രോഗിക്ക് ഒരു ഇഞ്ചുറിയിലോ ഇൽനെസ്സിലോ അല്ലെങ്കിൽ ഒരു ഡാമേജിലോ കലാശിക്കുന്നില്ല. എങ്കിലും ബട്ട് ഹാഡ് ദ പവർ ടു ഡു സോ, സംഭവിക്കാൻ സാധ്യതയുള്ളത് ഹാരൻ പറഞ്ഞ പോലെ ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു പക്ഷെ സംഭവിച്ചില്ല. Errors that did not result in patient harm but could have can be classified as a near miss. Okay, നിങ്ങൾക്ക് അറിയാം നിയർ മിസ് എന്താണ്, സെന്റിമെന്റ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഫോർമുല എന്തായിരിക്കും വരിക? അതായിരിക്കും ഫോർമുല വരിക ടോട്ടൽ നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് അല്ലെ.
ടോട്ടൽ നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻടു 100. ഇവിടെ ഇൻടു മിസ്സിംഗ് ആണ്, ഇൻടു നിങ്ങൾ എഴുതുന്നത് കേട്ടോ. നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, അതായത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡന്റുകളുടെ എണ്ണം. ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ല ഇൻസിഡന്റ് ആയിരിക്കില്ല അല്ലെ, വളരെ എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള ഇൻസിഡൻസ് ആയിരിക്കും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ ഇൻസിഡന്റുകളുടെ എണ്ണം. അതിനകത്ത് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന രക്ഷപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ നിയർ മിസ്സായി പോയിട്ടുള്ള രക്ഷപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ അപകടം സംഭവിക്കാതെ പോയിട്ടുള്ള കേസുകളുടെ എണ്ണം. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്, ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്. ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ അത്തരത്തിലെ എന്തെല്ലാം ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡന്റുകളുടെ എണ്ണം എടുക്കാം. പ്രതികൂല സംഭവങ്ങളായിരിക്കും അതിന്റെ എണ്ണം എടുക്കാം. അതിനകത്ത് നിയർ മിസ്സായിക്കോട്ടെ, അപകടങ്ങൾ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള കേസുകളുടെ എണ്ണം എടുക്കാം. ഇൻറ്റു എന്താണ് 100. എവിടെ ഇൻറ്റു ഇട്ടിട്ടില്ല, അത് നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇൻറ്റു ഇടണം കേട്ടോ, ഇൻറ്റു 100. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ, ജസ്റ്റ് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയോ? അടുത്തത് കേട്ടോ, 30ാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, 30ാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 30ാമത്തെ. അടുത്തത് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. അടുത്തെന്താണ്? ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതായത് നമ്മളെ നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മളെ സിറിഞ്ച് സൂചികളൊക്കെ മൂലം ഉണ്ടാകുക പരിക്കുകൾ അല്ലെ, അത്തരം ഇൻസിഡൻസുകളുടെ എണ്ണമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെന്താണ്? ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് അല്ലെ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നമുക്ക് നോക്കാം. The needle stick injury is a perforated stab wound from a needle that may result in exposure to blood or other body fluids. അല്ലെ, എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി? നമുക്കറിയാം, സിറിഞ്ച് മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഓർ അതർ ഷാർപ്പ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നീഡിലാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് മൂലം ഉണ്ടാകുന്ന ചില മുറിവുകളായിരിക്കും. ആ മുറിവുകളുടെ ഫലമായിട്ട് ബ്ലഡ് വരാം, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ പുറത്തു വരാം, അങ്ങനെയുള്ള സാഹചര്യമുണ്ട് അല്ലെ. ഓക്കെ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ wounds caused by the needles that accidentally puncture the skin. നമ്മൾ പറയാതെ സ്കിന്നിൽ പങ്ക്ചർ ചെയ്യുന്ന, അതായത് ആക്സിഡന്റലി നമ്മൾ സ്കിൻ പങ്ക്ചർ ചെയ്യുന്ന സമയത്ത്, സ്കിന്നിൽ കുത്തുന്ന സമയത്ത് നീഡില് മൂലം ഉണ്ടാകുന്ന ചില ഇഞ്ചുറീസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല. നീഡില് പോലും സംഭവിക്കാവുന്ന ഇൻസിഡന്റ്, നമ്മൾ പ്രത്യേകിച്ച് അഡ്മിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ക്യാമറയും മറ്റൊക്കെ നമ്മുടെ ഇടും അല്ലെ, ആ സമയത്ത് സർജറിയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ചില മുറിവുകളാണ് അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന മുറിവുകൾ കേട്ടോ. അതിന്റെ എണ്ണമാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 1000 യൂണിറ്റിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷേഴ്സ്, നമ്പർ ഓഫ് parenteral exposures divided by number of inpatient days into 1000. ഇവിടെ വായിക്കാന് number of parenteral exposures. parenteral exposures എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിറിഞ്ചുകള് നീഡിലൊക്കെ മൂലം ഉണ്ടാകുന്ന എന്താ പറയാ പ്രശ്നങ്ങളാണ്, അതുമൂലം ഉണ്ടാകുന്ന മുറിവുകളാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മള് നീഡിൽ വെച്ച് നമ്മൾ കുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത്, ആ സമയത്തൊക്കെ നമ്മൾ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അതാണ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രൊസീജിയറുകൾ, അങ്ങനെയൊക്കെ വരുന്ന റിസ്കുകളാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ അല്ലെങ്കിൽ നമ്പർ ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ്, അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുള്ള ഡേയ്സുകളുടെ എണ്ണം. കാര്യം എന്താണ്? അഡ്മിറ്റ് ആവുന്ന സമയത്താണ്, അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസിന് ഇങ്ങനെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ആ ഒരു സമയത്താണ് നമ്മൾ കൂടുതലും ഇത്തരത്തിൽ എന്താണ് നീഡില് നമ്മൾ കുത്തേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്താണ് അഡ്മിറ്റ് ആവുന്ന സമയത്ത്, ആ സമയത്തുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ്.
അതുകൊണ്ടാണ് അത് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ്, ആകെ ഈ പറയുന്ന അഡ്മിറ്റ് ആവുന്ന ഡേയ്സുകളുടെ എണ്ണം ഇൻറ്റു 1000. നമ്മളൊരു 1000 യൂണിറ്റിലാണ് അത് കണക്കാക്കുന്നത്. ഏകദേശം 1000 രോഗികളുടെ എണ്ണത്തിലാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നമ്പർ ഓഫ് parallel exposures divided by number of inpatient days into 1000. 1000 യൂണിറ്റിലാണ് നമ്മളത് കണക്കാക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് നീഡൽസ്റ്റിക് ഇഞ്ചുറീസ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അടുത്തത് 31ാമത്തെ appropriate handovers during the shift change to be done separately for doctors and nurses. കേട്ടോ. അത് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. ഒരു ബ്രാക്കറ്റ് മിസ്സിംഗ് ആണ്. ഈ ബ്രാക്കറ്റ് ഇവിടെ നിങ്ങൾ എത്തിച്ചേർക്കുക കേട്ടോ. നോക്കുക, appropriate handovers during the shift change to be done separately for doctors and nurses per patient per shift. കേട്ടോ. അതായത് നമ്മുടെ സാധാരണ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് വേണം, നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം അല്ലെ. ഇപ്പൊ ആ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് രോഗിയുടെ വിവരങ്ങൾ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യിപ്പിക്കണം അല്ലെ. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, എപ്പോഴെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നവരായിരിക്കും നമ്മളൊക്കെ അല്ലെ. അപ്പൊ കണ്ടിട്ടുണ്ടാവും ഡേ ടൈമിലുള്ള നഴ്സുമാർ അവർ പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ആ നൈറ്റ് ടൈം ആകുമ്പോൾ പുതിയ നഴ്സ് കയറുമ്പോൾ അവരോട് കൃത്യമായിട്ട് ഇങ്ങനെ ആ നഴ്സിന്റെ വാർഡിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല, കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അല്ലെ. കൃത്യമായിട്ട് ആ റെക്കോർഡുകൾ, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ അതിന്റെ അടുത്ത ആൾക്ക് അവര് ഹാൻഡ് ഓവർ ചെയ്യും. കാര്യം ഇനിയത്തെ ഡ്യൂട്ടി അവരായിരിക്കും ചെയ്യുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. ഡോക്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, പേഷ്യൻസിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഉചിതമായിട്ട് അല്ലെങ്കിൽ വളരെ അപ്രോപ്രിയേറ്റ് ആണ്, അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള എന്താ പറയുക കേസുകളുടെ ശതമാനം അതാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അനുയോജ്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള എന്താ പറയുക കേസുകളുടെ ശതമാനം. കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ വിവരങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതെങ്ങനെയായിരിക്കും ഫോർമുല വരിക? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് done appropriately. Total number of handovers done appropriately. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. അതായത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. 100 പറയാൻ കാരണം പെർസെന്റേജ് ആണ്. ഒന്നുകൂടെ വായിക്കാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റി, ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. ഇതുപോലൊരു ഫോർമുല നമ്മൾ ഹാൻഡ് ഹൈജീനിൽ പറഞ്ഞിരുന്നു. ഹാൻഡ് ഹൈജീൻ റേറ്റ് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ പറഞ്ഞേ, ഹാൻഡ് ഹൈജീൻ പാലിച്ചതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ട സാഹചര്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ് പഠിച്ചില്ല. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട അവസരങ്ങളുടെ എണ്ണം. അവസരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ട അവസരങ്ങളാണ്, ആ സാഹചര്യങ്ങളാണ്. അങ്ങനെ എത്ര സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ സാഹചര്യങ്ങളിൽ എത്ര കേസുകൾ കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടന്നിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻറ്റു 100 കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ദെൻ അപ്രോപ്രിയേറ്റ്ലി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യപ്പെടേണ്ട അവസരങ്ങളുടെ ആകെ എണ്ണം, സാഹചര്യങ്ങളുടെ എണ്ണം, ആ സാഹചര്യങ്ങളിൽ എത്ര എണ്ണത്തിന് കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എടുക്കണം കേട്ടോ. ഇൻറ്റു 100 പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 കേട്ടോ. ഓക്കെ, 32ാമത്തെ ഇതോടുകൂടിയിട്ട് ലാസ്റ്റത്തെ ഇൻഡിക്കേറ്റർ ആണ് കംപ്ലൈൻസ് റേറ്റ് to the medication prescription in capitals. Complaints rate to medication prescription in capitals. കേട്ടോ. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കാണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനുകളുടെ ശതമാനമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ അർത്ഥം എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പാലിക്കുക. കംപ്ലൈൻസ് റേറ്റ്
to the medication prescription in capitals. അതായത് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനുകളുടെ ആ ഒരു ശതമാനം. സാധാരണയായിട്ട് അതൊരു റൂളാണ്. മെഡിക്കലിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. പ്രത്യേകിച്ച് ആ മരുന്നുകളുടെ പേരുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഡോക്ടേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. എത്ര ഡോക്ടർമാരാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ മിക്കവരും ഒട്ടുമിക്കവരും പ്രിസ്ക്രിപ്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ പറയുന്ന മെഡിസിൻസുകളുടെ പേരും മറ്റുള്ളതൊക്കെ അവര് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും അവര് എഴുതുന്നുണ്ടാവും. അതാണ് ഒരു റൂൾ ഉണ്ട്. അങ്ങനെ എഴുതണമെന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനുകളുടെ ശതമാനമാണ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫോർമുല എന്താ വരിക? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ആകെ പ്രിസ്ക്രിപ്ഷനുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്, ആകെ നടന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ലെ, ഇൻറ്റു 100. ആകെ എത്ര മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസുകൾ ഉണ്ട്, അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ കാണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനുകൾ എത്ര ഉണ്ട്, ഇൻറ്റു 100. 100 ചെയ്യുമ്പോൾ എത്രയാ? പെർസെന്റേജ്. ക്ലിയർ ആയോ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്. ആകെ എത്ര പ്രിസ്ക്രിപ്ഷൻസുകൾ ഉണ്ട്, അതിനകത്ത് എല്ലാത്തിലും ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ പാലിച്ച് എഴുതി വരില്ല അല്ലെ. അപ്പൊ ആകെ ഉള്ള മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനുകളുടെ എണ്ണം, അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് എത്ര ഉണ്ട്, ഇൻറ്റു 100 കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ക്വാളിറ്റി അഷ്വറൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. ഇനി നിങ്ങൾ പേന എടുത്തോളൂ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് 32 ഫോർമുല ഉണ്ടല്ലോ പഠിക്കാനായിട്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് ടിക്ക് ചെയ്തിട്ടാ, അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചോളൂ. അതെന്തായാലും പഠിക്കണം കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻസ് വരും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് 32 എണ്ണം വായിക്കണം കേട്ടോ. എല്ലാം വായിച്ചു നോക്കാം. ഓക്കെ, എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചോട്ടോ. ടിക്ക് ചെയ്തോളൂ കേട്ടോ. ഒന്നാമത്തെ ടിക്ക് ചെയ്തോളൂ. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചില്ലേ, ഏതായിരുന്നു? ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. ഒന്നാമത്തെ ഫോർമുല കേട്ടോ. ചെയ്ത് 1 ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചോളൂ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ 4 നാലാമത്തത് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് കേട്ടോ. മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് ആ ഫോർമുലയും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നില്ലെങ്കിൽ ടിക്ക് ചെയ്തിട്ടാണെങ്കിൽ സ്റ്റാർ ഇട്ട് വെക്കോ NB എഴുതി വെക്കോ എന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ് 4 കേട്ടോ. ഓക്കെ, അടുത്തത് 7 ഏഴാമത്തെ കേട്ടോ. നമ്പർ 7 പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. അതെ കേട്ടോ, ഏഴാമത്തെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, ടിക്ക് ചെയ്ത് വെച്ചോ. അത് കഴിഞ്ഞാൽ 9 മറ്റുള്ളത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതെന്തായാലും പഠിക്കണേ. 9 കേട്ടോ. 9 പെർസെന്റേജ് ഓഫ് ട്രാൻസ്ക്യൂഷൻ റിയാക്ഷൻസ്, ടിക്ക് ചെയ്ത് വെക്കാം. പിന്നെ 10 പത്താമത്തെ കേട്ടോ. 10 സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് 14 വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഒന്നുകൂടെ പറയാം കേട്ടോ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്ക് ചെയ്ത് വെച്ചോളൂ. 14ാമത്തെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. പിന്നെ 16 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. 16 കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അടുത്തത് 17 ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് ടിക്ക് ചെയ്തോളൂ. പിന്നെ 19 കേട്ടോ. 19 പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് 19 കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചോണേ. അടുത്തത് 21 നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ് കേട്ടോ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്സ് 21 കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് 23 ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമ്മൾ ഇന്ന് പഠിച്ചത് കേട്ടോ. 24 ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ 28 കേട്ടോ, 28 28 പേഷ്യന്റ് ഫാൾ റേറ്റ് 28. ഓക്കെ, 31 31ഉം 32ഉം കേട്ടോ, 31ഉം 32. അപ്പൊ നമ്മൾ പഠിച്ചില്ല അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവറും കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽസും. അത് മാർക്ക് ചെയ്ത് വെച്ചു. ഒന്നുകൂടെ പറയാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. മാർക്ക് ചെയ്തിട്ട് ഇതൊക്കെയാണ് 1 പിന്നെ 4 7 ഓക്കെ 9 10 14 16 17 19 21 23 24 28 31 32. എന്തായാലും പഠിക്കണം കേട്ടോ, ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ എന്താ പറയാ, ഫോർമുല തന്നിട്ട് ഇൻറ്റുവും ഡിവിഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും കേട്ടോ. ചിലപ്പോ നടുക്ക് ഇൻറ്റു വരും, അവസാനം 100 അങ്ങനെയൊക്കെ തരും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാം കൂടെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും, ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇൻറ്റു എവിടെയാണ്, ഡിവിഷൻ എവിടെയാണ്, ആ സൈനുകളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. ന്യൂമറേറ്ററിൽ എന്താണ്, ഡിനോമിനേറ്ററിൽ എന്താണ്, ചിലപ്പോ 1000 എടുത്തിട്ട് 100 ഇട്ടിട്ടുണ്ടാവും, 100 അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ച് തന്നെ വെക്കുക കേട്ടോ, നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ കുറച്ചൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് കിട്ടാൻ മതി കേട്ടോ. 2-3 പ്രാവശ്യം വായിച്ചാൽ നോക്കിയാൽ ശരി. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഭാഗം. ഒരു അരമണിക്കൂറും കൂടെ ക്ലാസ് ഞാനാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. 12 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഞാൻ തന്നെയാണ് കേട്ടോ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, കാര്യം കഴിഞ്ഞ ആഴ്ച ആദിലൻസ് ഞാൻ ലീവായിരുന്നു. ആദിലൻസാണ് എന്റെ അവർ കോമ്പൻസേറ്റ് ചെയ്തത് ആ സമയത്ത്. അപ്പൊ മിസ്സിന് തിരിച്ചൊരു കോമ്പൻസേഷൻ കൊടുക്കണല്ലോ, അതുകൊണ്ട് ഇന്നത്തെ അവർ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. അപ്പൊ നോക്കുക, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ കേട്ടോ. ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്? സെയിം പോയിന്റുകൾ വായിക്കുന്ന ഫോർമുല എവിടെയാണെന്നറിയോ? ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചില്ലേ നിങ്ങള്? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH ചാപ്റ്റർ പഠിച്ചില്ലേ? ആ സെയിം ചാപ്റ്റർ, ആ ചാപ്റ്ററിനകത്തുള്ള സെയിം പോയിന്റുകൾ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഇതൊക്കെ പറയാം. നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് നോക്കും കേട്ടോ. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത്. അവിടെ നിങ്ങൾ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി 13 പഠിച്ചത്, ആ 13 തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുകളുടെ വ്യത്യാസങ്ങൾ മാത്രം ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന് ഉള്ളത് നോക്കിക്കേ. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാംസ് അറ്റ് ദ ഹോസ്പിറ്റൽ. അല്ലെ, ശരിയാണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലിന് ഏറ്റവും വേണ്ട പിന്തുണ കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി ആരാണ്? അത് ക്വാളിറ്റി മാനേജർ ആണല്ലോ. ഓക്കെ, പിന്നെ മാത്രമല്ല, ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റൽ ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകളും പോളിസികള് ഇതെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ്? ഹി ഓർ ഷീ മസ്റ്റ് എൻകറേജ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഷെയർ ദ റിപ്പോർട്ട്. അപ്പൊ ഒരു ക്വാളിറ്റി മാനേജർ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അങ്ങനെയാണല്ലോ, അദ്ദേഹം ഒരു ക്വാളിറ്റി മാനേജർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ,
നിങ്ങളിപ്പോ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ടും ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്ററുകളാണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ്. കാരണം നമ്മൾ ഏറ്റവും നല്ല സർവീസുകൾ, വളരെ ക്വാളിറ്റി ഉള്ള സർവീസുകളാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ നമുക്ക് ഉണ്ടായിരിക്കാം. എന്തൊക്കെ സ്റ്റാൻഡേർഡുകളുണ്ട്, ഏതൊക്കെ രീതിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് ചാപ്റ്ററുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് പ്രാക്ടിക്കലി വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഈ രണ്ട് ചാപ്റ്ററുകളും തമ്മിൽ ഏകദേശം ഒരു കണക്ഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതും ഇതും കൂടെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടായി കേട്ടോ. അപ്പൊ നോക്കാം, കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ, പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. സെയിം പോയിന്റ് ആണ് കേട്ടോ, അവിടെ പഠിച്ച സെയിം പോയിന്റ് തന്നെയാണ് കേട്ടോ, പുതുതായിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയേ, എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. എന്താണ് പറയുന്നത്? എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. അല്ലെ, ഈ പറയുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, അതായത് അണുബാധ നിയന്ത്രണങ്ങൾ, അണുബാധ പ്രതിരോധ പരിപാടികള്, സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഡയറ്റ്, അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ നിലവാരം ഉറപ്പാക്കുക. അത് ക്ലിനിക്കൽ സേവനത്തിൽ വരുന്നുണ്ട് അല്ലെ. ക്ലിനിക്കൽ സേവനം എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ്, തെറാപ്പി, അതൊക്കെയാണ് ക്ലിനിക്കൽ സർവീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സേവനങ്ങളാണ് അല്ലെ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത്, സെക്യൂരിറ്റി, ഡയറ്റ്, അങ്ങനെയുള്ള സേവനങ്ങളിലൊക്കെ, നോൺ ക്ലിനിക്കൽ സർവീസുകളിലൊക്കെ ഏറ്റവും നല്ല നിലവാരം ഉറപ്പാക്കുക, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അവിടെ ഉറപ്പാക്കുക. അതിന്റെ അർത്ഥം ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പാക്കേണ്ടത് അത് തീർച്ചയായിട്ടും വേണം. അതിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്, ക്ലിനിക്കൽ സേവനങ്ങളെ പോലെ തന്നെ നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെയും ആ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡിൽ അതിന്റെ ഒരു ക്വാളിറ്റി അത് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എങ്ങനെയൊക്കെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളാണ്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റിനെ ആലോചിച്ചാൽ വേറെ ഒരുപാട് കിട്ടും കേട്ടോ. ഒരുപാട് നോൺ ക്ലിനിക്കൽ സേവനങ്ങളുണ്ട്. അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു നിലവാരം കൊണ്ട് ഉറപ്പാക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. എന്താണ് പറയുന്നത്? എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, വളരെ വൃത്തിയുള്ള, വളരെ എന്താ പറയുക ക്ലീൻനെസ് ആയിട്ടുള്ളൊരു ചുറ്റുപാട്, വളരെ വൃത്തിയുള്ളൊരു ചുറ്റുപാട് ഉറപ്പാക്കണം അല്ലെ. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം, അവിടുത്തെ ചുറ്റുപാടുകൾ എപ്പോഴും എന്തായിരിക്കണം? വളരെ ക്ലീൻ ആയിരിക്കണം. പ്രത്യേകിച്ച് OPD ഏരിയാസ് അല്ലെ, അവിടേക്കാണ് ധാരാളം പേഷ്യൻസുകൾ വരുന്നത്. അതുപോലെ വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അവിടെയൊക്കെ എന്താണ് ഏറ്റവും നല്ല ഒരു ചുറ്റുപാട്, ഏറ്റവും വൃത്തിയുള്ള ചുറ്റുപാടുകൾ ഉറപ്പാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ ഏരിയയും ഉണ്ട്. എങ്കിലും ഈ പറയുന്ന ഏരിയകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം അവിടെയാണ് കൂടുതൽ ആളുകളും കൂടുതൽ പേഷ്യൻസ് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയുള്ള ഏരിയകളിലാണ്. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയകളും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെ ഏറ്റവും നല്ല ചുറ്റുപാടുകൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ്. അമ്യൂണിറ്റീസ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്, കമ്പോണന്റിൽ പഠിച്ചില്ല. അമ്യൂണിറ്റീസ് എന്താണ്? ഫെസിലിറ്റീസ് ആണ് അല്ലെ. അതായത് കംഫർട്ട്സ് ആൻഡ് ഫെസിലിറ്റീസ് ദാറ്റ് പ്രൊവൈഡഡ് ടു ദ പേഷ്യന്റ് ബിയോണ്ട് ദ ബേസിക് മെഡിക്കൽ കെയർ അല്ലെ. നമ്മൾ സാധാരണ ഒരു ബേസിക് മെഡിക്കൽ കെയറിനേക്കാളുപരി നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന എന്താ പറയുക സൗകര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഫെസിലിറ്റികൾ അല്ലെ, അതിനെയൊക്കെയാണ് നമ്മൾ അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഷുർ ദ ക്വാളിറ്റി ഓഫ് പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ് അല്ലെ. പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികളില്, അതുപോലെ തന്നെ ചിലത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ, പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന ചില സർവീസുകളുണ്ട്. അപ്പൊ പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന സർവീസുകളായാലും ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ രോഗികളുടെ ഫെസിലിറ്റികളിൽ ഒരു ക്വാളിറ്റി ഉറപ്പാക്കുക. അതുപോലെ തന്നെ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സേവനങ്ങളിലായാലും ചില സേവനങ്ങൾ അവിടെ ഉണ്ടാവില്ല, അത് നമ്മൾ പുറത്തോട്ട് എഴുതി കൊടുക്കും. പുറത്തോട്ട് എഴുതി കൊടുക്കുകയാണെങ്കിലും തന്നെ നല്ല സേവനങ്ങൾ, ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ എന്ത് ചെയ്ത് വിടണം? ഡയറക്റ്റ് ചെയ്ത് വിടണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഔട്ട്സോഴ്സ്ഡ് സർവീസുകളിലും ക്വാളിറ്റി ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്.
ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? അടുത്തത് എന്താണ്? മൂന്നാമത്തെ പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ദ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. ഇതാണ് പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ദ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് അല്ലെ. ഈ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലില് പീരിയോഡിക് ആയിട്ട് ഇവാലുവേഷൻ നടത്താം. പക്ഷെ ക്വാളിറ്റി കൃത്യമായിട്ട് നമ്മൾ പീരിയോഡിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഇവാലുവേഷൻ നമ്മൾ നടത്താം. കാര്യം ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ക്വാളിറ്റി, പേഷ്യന്റ് സേഫ്റ്റി എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് പീരിയോഡിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻസ്പെക്ട് ചെയ്യുക, പീരിയോഡിക് ആയിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. സാധാരണ നമ്മൾ ചെക്ക് ലിസ്റ്റ് വെക്കുന്ന ഇതിന്റെ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളും പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി അതിന്റെ ക്വാളിറ്റി ഇത്ര, ഇതിന്റെ ക്വാളിറ്റി ഇത്ര, അങ്ങനെ നമ്മൾ ഓരോ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ അത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഓവറോൾ രീതിയിലല്ല, ഓരോരോ വിഭാഗത്തിന് പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് ആ ലിസ്റ്റ് പ്രകാരം ഓരോന്നിന്റെ സെപ്പറേറ്റ് ക്വാളിറ്റി നമ്മൾ അവിടെ എൻഷുവർ ചെയ്തിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. നമ്മളൊരു റേറ്റിംഗ് സ്കോർ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ എവിടെയെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ റേറ്റിംഗ് ഇടാൻ പറയില്ല. 5 സ്റ്റാർ 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുക്കുന്ന ഫെസിലിറ്റി ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ റേറ്റ് കൊടുക്കുന്നത് അല്ലെ. 4 സ്റ്റാർ 5 സ്റ്റാർ 2 സ്റ്റാർ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അവർ തരുന്ന ആ ഒരു ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നുള്ള രീതിയിൽ ആ ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പീരിയോഡിക് ആയിട്ട് ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് നല്ലൊരു എന്താ പറയുക സ്കോറിംഗ് റേറ്റ് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, ഇത് പോയിന്റ് മനസ്സിലാവാത്ത എന്തെങ്കിലും പറയാം. കാര്യം നിങ്ങൾ അവിടെ പഠിച്ച സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് അഥവാ ഗ്യാപ്പ് അനാലിസിസ് എന്ന് നമുക്ക് പറയാം കേട്ടോ. Develop the action plan under the supervision of in charge of the hospital and monitor the complaints. എന്താണ് അവിടെ പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് ഓർ ഗ്യാപ്പ് അനാലിസിസ്. എന്താണ്? ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ എന്താണ് ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിന്റെ ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പറയുന്ന ഹെൽത്ത് സർവീസുകൾ അത് അച്ചീവ് ചെയ്യേണ്ട ഒരു ലെവൽ ഉണ്ടായിരിക്കും അല്ലെ. അതായത് അതിന്റെ ക്വാളിറ്റി അച്ചീവ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയുടെ ഒരു പൊട്ടൻഷ്യൽ ലെവൽ ഉണ്ടായിരിക്കും. ആ ഒരു ലെവലും നിലവിലുള്ള ലെവലും ഓക്കെ, അത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അവിടെ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് സർവീസ് അത് അറ്റൈൻ ചെയ്യേണ്ട, അത് എത്തിപ്പെടേണ്ട ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഉണ്ട് അല്ലെ. അത് എത്തിപ്പെടേണ്ട ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ക്വാളിറ്റിയും നിലവിലുള്ള ക്വാളിറ്റിയും ഓക്കെ, നിലവിലുള്ള ക്വാളിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഡിസ്റ്റൻസ് ഓർ ഗ്യാപ്പ്, അതാണ് ഇവിടെ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ഹെൽത്ത് സർവീസ് അത് അറ്റൈൻ ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് എന്ത് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല, എത്തിപ്പെടുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ ക്വാളിറ്റിയും നിലവിലുള്ള ക്വാളിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗ്യാപ്പ് ഓരോ മേഖലകളിലും ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഇംപ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഏരിയകളാണ്. അപ്പൊ ആ ഇംപ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഏരിയകൾ ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മളിങ്ങനെ ക്വാളിറ്റി ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് മനസ്സിലാവും. എവിടെയൊക്കെ ഏതൊക്കെ ഏരിയകളൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഏരിയകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെന്താണ്? ഡെവലപ്പ് ദ ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്നിട്ട് എന്ത് വേണം? ആ ഒരു ഗ്യാപ്പ് നികത്താനുള്ളത്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ നേതൃത്വത്തിൽ അതിന് വേണ്ട ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക അല്ലെ. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യണം അല്ലെ, അത് ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് ആവശ്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ സൂപ്പർവിഷന് അതിനാവശ്യമായിട്ട് കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം മതിയോ? പോരാ, പിന്നെ എന്തുകൂടെ വേണം? ആൻഡ് മോണിറ്റർ ദ കംപ്ലൈന്റ്സ്. അതിനനുസരിച്ച് ആ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ നമ്മൾ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ആ ആക്ഷൻ പ്ലാൻ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ എന്ത് ചെയ്തിരിക്കണം? മോണിറ്റർ ചെയ്തിരിക്കണം അല്ലെ. മോണിറ്റർ ചെയ്യണ്ടേ? രണ്ട് വെറുതെ ആ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കിയിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, ആ പ്ലാൻ പ്രകാരം എല്ലാവരും അത് കാണിച്ചുകൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ക്വാളിറ്റി മാനേജർക്ക്. ക്ലിയർ ആണല്ലോ പോയിന്റ്? ഓക്കെ ആണല്ലോ? Identification of gaps, develop an action plan under the supervision of in charge of the hospital and monitor the complaints. Complaints means പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് facilitate the conduct of meeting related to the quality certification. ആണ്
facilitate the conduct of meeting related to the quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കിയേ, എൻഷുറിംഗ് ദാറ്റ് the hospital meets all regulatory complaints like BMW, that means biomedical waste management, പിന്നെ ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, പിന്നെ എന്താണ് AERB. AERBയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമോ? എന്താണ് എഴുതി വെച്ചോട്ടോ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആണ് കേട്ടോ. അവിടെ പറഞ്ഞിട്ടുണ്ടാവല്ലോ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ, റെഗുലേറ്ററി ബോർഡ് കേട്ടോ, AERB. ഓക്കെ, AERB റെഗുലേഷൻ, ദാറ്റ് മീൻസ് റേഡിയേഷൻ ലൈസൻസ് കേട്ടോ. അതായത് നമുക്കറിയാലോ, ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ ഈ പറയുന്നത് നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കില് ബ്ലഡുകൾ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ റേഡിയേഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, റേഡിയേഷൻ കീമോതെറാപ്പിയിലൊക്കെ നമ്മൾ റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റേഡിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അറിയാലോ, വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനായിട്ടും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ റേഡിയേഷൻസ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ടും അതിനായിട്ടും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം പാലിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണോ ആ ഒരു ഹോസ്പിറ്റല് മുന്നോട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. കാര്യം ഇതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗമാണ്. കാര്യം ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളാണ്. ആ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. Ensuring that the hospital meets all regulatory complaints like BMW, that means biomedical waste management, blood bank storage license, radiation license, AERB, ഇതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആരുറപ്പുവരുത്തണം? ക്വാളിറ്റി മാനേജർ ഉറപ്പാക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ, keep a record of non-functional devices and the timeline for its repair along with the ALC for all equipments. എന്താണ് പറയുന്നത്? കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് അല്ലെ, അതായത് പ്രവർത്തിക്കാത്ത ഉപകരണങ്ങളുണ്ട് അല്ലെ, പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ. അപ്പൊ അതിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ മാത്രമല്ല ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ, അത് റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ. പ്രവർത്തനക്ഷമമല്ലാത്ത എക്യുപ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പയർ ചെയ്യണം, അത് മെയിൻ്റനൻസ് നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം എലോങ് വിത്ത് ALC. ALC എന്ന് പറഞ്ഞാൽ എന്താണ്? AMC എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണ് കേട്ടോ. AMC എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കേട്ടോ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും അവിടെ പറഞ്ഞു തന്നിട്ടില്ലേ? അത് AMC എഴുതി വെച്ചിട്ടില്ലേ നിങ്ങള്? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ. AMC എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ആ ഒരു AMC റിപ്പോർട്ട് ഉൾപ്പെടെ അത് റിപ്പയർ ചെയ്യേണ്ട സമയം, മെയിൻ്റനൻസ് നടത്തേണ്ട ആ ഒരു ടൈമും, പ്രവർത്തനക്ഷമമല്ലാത്ത എത്ര ഉപകരണങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട്, ഉപയോഗപ്പെടുത്തല്ല പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അത് റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം, അതെല്ലാം തന്നെ അതിന്റെ റെക്കോർഡുകളെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ മറ്റേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അവിടെ പഠിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ അതിനകത്ത്? അതായത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള എന്താ പറയാ എക്യുപ്മെന്റുകൾ, നമുക്ക് ക്രിട്ടിക്കൽ ടൈമിൽ യൂസ് ചെയ്യേണ്ട എക്യുപ്മെന്റുകൾ, പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്ന എക്യുപ്മെന്റുകളുടെ ആ ഒരു റിപ്പയറിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സെയിം കാര്യം തന്നെയാണ്. അങ്ങനത്തെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഞാൻ എന്നെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? അടുത്തത് കേട്ടോ, എട്ടാമത്തെ പോയിന്റ് ഇതാണ്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipments and vehicles, and the modernization of the hospital. Okay, ഇതാണ് ഇവിടെ പറയുന്നത്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേർഡ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipments and vehicles, and the modernization of hospital. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതായത് ക്വാളിറ്റി സംബന്ധമായിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ആ ഒരു അപ്ലിഫ്റ്റ്മെന്റ് അല്ലെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ എക്യുപ്മെന്റുകളുടെയും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ ഉണ്ട് അല്ലെ, ആംബുലൻസ് പോലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു പ്രിവെന്റീവ് മെയിന്റനൻസ് ഇതെല്ലാം തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതെല്ലാം നടത്തിക്കൊണ്ട് മൊത്തത്തിൽ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു മോഡേൺ ലുക്കിലോട്ടാക്കാൻ, കുറച്ചും കൂടെ മോഡേൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മൊഡാലിറ്റി എന്ന് പറഞ്ഞ മെത്തേഡുകളാണ്, അതിനാവശ്യമായിട്ടുള്ള മെത്തേഡുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം. അതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മനസ്സിലായോ? പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേഴ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്, ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളുടെയും എക്യുപ്മെന്റുകളുടെയൊക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് ഒക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് അതിനുള്ള മെത്തേഡുകളൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ ഒരു മോഡേൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ പോയിന്റ് ഇതാണ്. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല കേട്ടോ, അവിടെ നിന്ന് തിരുത്തണേ, ടു ഇൻസ്റ്റാൾ ആക്കണം കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, വിട്ട് ഇൻസ്റ്റാൾ ആക്കുക കേട്ടോ, ഇൻസ്റ്റാൾ. ഓക്കെ, ഇനി വായിക്കാം. ടു ഇൻസ്റ്റാൾ ആൻഡ് ഇഫക്റ്റീവ് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. എന്താണ് ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പരാതികളാണ് കേട്ടോ. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ പരാതികളാണ്. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരിഹാരം കാണുക എന്നുള്ള അർത്ഥം കേട്ടോ. റിഡ്രസൽ എന്താണ്? പരിഹാരം. അപ്പൊ എന്താണ്? ടു ഇൻസ്റ്റാൾ ആൻഡ് ഇഫക്റ്റീവ് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനും അല്ല അവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും എന്താണ് പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെ, ഈ പറയുന്ന അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരാതികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അവരുടെ പരാതികൾക്കുള്ള പരിഹാര സംവിധാനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. നടപ്പിലാക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. 10ാമത്തെ പോയിന്റ് ഇതാണ്. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS? എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. KPI എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ. KPI എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതിനെയൊക്കെ കൂടുതൽ ഹോസ്പിറ്റൽ MIS, ഹോസ്പിറ്റലിലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ അതിനെയൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അല്ലെ, അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്താണ് റിപ്പോർട്ട് ദ ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമ്മളിങ്ങനെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാം അല്ലെ. അതിനനുസരിച്ചുള്ള ആക്ഷൻസുകളൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ദ ആക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. ഇതാണ് കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. അസസിംഗ് അതോറിറ്റി ആയിട്ട് അസസ് ചെയ്യുന്ന അതോറിറ്റി അല്ലെ, നമുക്കറിയാം അക്രഡിറ്റേഷൻ ബോഡികൾ അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ്? അസസിംഗ് അതോറിറ്റി ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മറ്റൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന അസസ് ചെയ്യുന്ന അതോറിറ്റികൾ, കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത്തരത്തിലുള്ള അസസിംഗ് അതോറിറ്റികളുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതാണ് എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലുള്ള എംപ്ലോയീസുകളുടെ അവയർനെസ് അല്ലെ, അവരുടെ എഡ്യൂക്കേഷനും ഉറപ്പാക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ആർക്കുണ്ടായിരിക്കണം? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഉണ്ടായിരിക്കണം അല്ലെ. അവർ കൊടുക്കുന്ന സർവീസുകളില് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അവർ കീപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയുള്ള ഒരു ധാരണ ആർക്കും ഉണ്ടായിരിക്കണം? അവിടുത്തെ എംപ്ലോയീസിനും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് ക്വാളിറ്റി സ്റ്റാൻഡേർഡിലുള്ള എംപ്ലോയീസുകളുടെ ആ ഒരു അവയർനെസ് അവരുടെ എഡ്യൂക്കേഷനും ഉറപ്പാക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്.
13ാമത്തെ പോയിന്റ് ഇതാണ്. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ് കേട്ടോ. ഹോസ്പിറ്റൽ കമ്മിറ്റികളൊക്കെ ഫ്രെയിം ചെയ്യാനും, അതായത് ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കാനും അത് ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ പറയുന്ന ക്വാളിറ്റി മാനേജർക്ക് ഉണ്ട്. നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചതോ അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ക്വാളിറ്റി എന്താണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സുകൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഏതാണ്ട് കുറച്ച് റിക്വയർമെന്റ്സുകളൊക്കെ ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ. അതായത് നമ്മളൊരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെ, ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ വേണം? അപ്പൊ നിങ്ങൾ പറയുന്നത് ചില മാനുവലോ അങ്ങനത്തെ ഒരു ക്വാളിറ്റി മാനുവൽ വേണം, പിന്നെ കമ്മിറ്റികൾ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. 8ഓളം കമ്മിറ്റികൾ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ അക്രഡിറ്റേഷൻ ഒക്കെ ലഭിക്കണമെങ്കിൽ ഇത്ര കമ്മിറ്റികളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികളാണ്. അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികൾ ഫ്രെയിം ചെയ്യാനും, അതായത് അങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കാനും അതിനെ ഓർഗനൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ക്വാളിറ്റി മാനേജർക്ക്. ക്ലിയർ ആയോ? ഇത്രയുമാണ് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ സെക്യൂരിറ്റി ഡയറ്റ് പോലെയുള്ള നോൺ ക്ലിനിക്കൽ സാധനങ്ങളുടെ ക്വാളിറ്റി നിലവാരം, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി, ഏറ്റവും ഒരു നല്ല നിലവാരമുള്ള ഒരു ക്വാളിറ്റി ഇവിടെ ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുകൾ, പ്രത്യേകിച്ച് OPD ഏരിയ, വാർഡ്, ലേബർ അങ്ങനെയുള്ള ചുറ്റുപാടുകൾ വളരെ വൃത്തിയായിട്ട് എന്താ പറയുക വൃത്തി ഉറപ്പാക്കേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികളായിക്കോട്ടെ, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങളിലാണ് ഒരു ക്വാളിറ്റി ഉറപ്പാക്കേണ്ടത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പീരിയോഡിക് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുക ഹോസ്പിറ്റലിൽ. ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു എന്താ അസസ്മെന്റുകൾ നടത്തുക. അതിനനുസരിച്ച് നല്ല റേറ്റിംഗ് സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകളിലെ ഗ്യാപ്പ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യുന്നതിനുള്ള ആക്ഷൻ പ്ലാനുകൾ ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട് അതിന് വേണ്ട ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിനും റേഡിയേഷൻ ലൈസൻസിനൊക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ, അതിന്റെ റെക്കോർഡുകൾ, റിപ്പയർ ചെയ്യേണ്ട ആ ഒരു ടൈം ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. പിന്നെ മൊത്തത്തിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന അതിന് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസുകളൊക്കെ എടുത്തിട്ടുള്ള ആക്ഷൻസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. അസസിംഗ് അതോറിറ്റിയുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലുള്ള എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ, അതിനെ പറ്റിയുള്ള അവരുടെ അവയർനെസ് ഉറപ്പാക്കുക. പിന്നെ ഹോസ്പിറ്റൽ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉത്തരവാദിത്തം എടുക്കുക. ഓക്കെ, ഇതൊക്കെ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെയാണോ? മനസ്സിലായോ? ചാപ്റ്റർ ക്ലിയർ ആയോ? വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 10 മിനിറ്റേ ഉള്ളൂ. ഒരു 10 മിനിറ്റിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ആണ് ഇനി എടുക്കാനുള്ളത്. ഈ ചാപ്റ്റർ ഷെയറിംഗ് ആയിരിക്കും കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ ഞാനായിരിക്കും എടുക്കുക, മറ്റു ഭാഗങ്ങൾ ട്രീസാൻസും ആയിരിക്കും എടുക്കുക. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാനായിരിക്കും എടുക്കുക, പിന്നെയുള്ള ഭാഗങ്ങൾ ട്രീസാൻസും ആയിരിക്കും എടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ചാപ്റ്റർ നമ്പർ 8, ഹോസ്പിറ്റൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ. എന്താണ് ചാപ്റ്റർ നമ്പർ 8? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ HIS എന്നാണ് പറയാം. അത് നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. ആദ്യമായിട്ട് കേൾക്കുന്നതല്ലല്ലോ. കുറച്ചു നേരത്തെ കൂടെ നമ്മൾ പറഞ്ഞില്ലേ, സ്ട്രെങ്തൻ ഓഫ് HIS എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അതെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. പിന്നെ എവിടെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ലാബോറട്ടറിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലാബോറട്ടറിക്കകത്ത് പറഞ്ഞു പോയിട്ടില്ലേ? HIS അല്ലെ, LIS പഠിച്ചിട്ടില്ലേ? ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെ. അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.
ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് അല്ലെ, ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് പേഷ്യന്റിന്റെ എന്താ പറയാ പേഷ്യന്റ് കെയർ ഡാറ്റ അല്ലെ, പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്, ഇൻഫർമേഷൻസ് അത് കൃത്യമായിട്ട് അല്ലെ, കൃത്യമായിട്ട് എന്താണ് മാനേജ് ചെയ്യുകയും പ്രോസസ് ഒക്കെ ചെയ്യുന്ന ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റല് പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ഈ പറയുന്ന പേഷ്യന്റ് കെയർ ഡാറ്റകള് അല്ലെ, പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്, മറ്റുള്ള ഇൻഫർമേഷൻസ് അത് കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുകയും മാനേജ് ചെയ്യുക ചെയ്യുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് അല്ലെ, ഒരു ഐ ടി മേഖലയാണ് അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇന്നിപ്പോ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല, എല്ലാം എന്താണ് സിസ്റ്റം ബേസ്ഡ് ആണ് അല്ലെ. എല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടർ സംവിധാനം, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയാണ് ഇന്നിപ്പോ ഹോസ്പിറ്റലിലെ ഒട്ടുമിക്ക ഓപ്പറേഷൻസുകൾ നമ്മൾ നടത്തുന്നത്. അത് നടത്തുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എററുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, ടൈം ഒരുപാട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും വിവരങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് കാലങ്ങളോട് നമുക്ക് സൂക്ഷിക്കാനായിട്ടൊക്കെ പറ്റും അല്ലെ. അതൊക്കെ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകളാണ്. പണ്ടത്തെ പോലെയാണ്, പണ്ട് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ബുക്കിൽ എഴുതി സൂക്ഷിക്കുക, അതൊക്കെ വളരെ എന്താ പറയാ ഇന്ന് ആലോചിക്കുമ്പോൾ എത്ര കഷ്ടമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം. അതേസമയം ഇന്നിപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ എന്ന സിസ്റ്റം വന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. ഒരുപാട് എല്ലാ കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് സാധിക്കും. വളരെ എഫിഷ്യന്റ് ആയിട്ടും വളരെ ടൈം ആണെങ്കിൽ ടൈം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിക്കാനായിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സാധിക്കും. അറിയാലോ നിങ്ങൾക്കത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം നോക്കാം. Hospital information systems provide a general source of information about a patient's health history and the doctor's schedule timing. Okay, the system must keep the data in a secure place and control who can get the data in certain situations. അതാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് പ്രൊവൈഡ്, അഥവാ HIS അല്ലെ. HIS നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ ജനറൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് എ പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി ആൻഡ് ഡോക്ടേഴ്സ് ഷെഡ്യൂൾ ടൈം അല്ലെ. ഈ പറയുന്ന രോഗിയുടെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ സമയക്രമം അങ്ങനെയുള്ള പേഷ്യന്റ് കെയർ ഡാറ്റകള് ഇൻഫർമേഷൻസിനെയൊക്കെ ഒരു ജനറൽ സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പൊതു ഉറവിടമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? അവിടുത്തെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണല്ലോ. ഓക്കെ, പിന്നെ മാത്രമല്ല ദ സിസ്റ്റം മസ്റ്റ് കീപ് ദ ഡാറ്റ ഇൻ എ സെക്യൂർ പ്ലേസ് അല്ലെ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് രോഗികളുടെ വിവരങ്ങൾ വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നു അല്ലെ. എന്നുവെച്ചാൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ പേഷ്യന്റിന്റെ ഡാറ്റകളും ഇൻഫർമേഷൻസ് ഒക്കെ വളരെ സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ മാത്രമല്ല ആൻഡ് കൺട്രോൾ ഹു ക്യാൻ ഗെറ്റ് ദ ഡാറ്റ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് അല്ലെ. അതായത് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ആർക്കൊക്കെയാണ് ആ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്നതും അത് തന്നെയാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. കാര്യം നമുക്കറിയാം, നമ്മൾ മെഡിക്കൽ റെക്കോർഡൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചെന്തായിരിക്കണം? പ്രൈവറ്റ് ആയിരിക്കണം, വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, അത്രയും സെക്യൂർഡ് ആയിരിക്കണം. കാര്യം പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പേഷ്യന്റിന്റെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രോഗിയുടെ വിവരങ്ങൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതും ആ വിവരങ്ങൾ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം എന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരു ഐഡിയ ഉണ്ടല്ലോ നിങ്ങൾക്ക്? ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞു. ഞാൻ ഇതിന്റെ ഒരു പേജ് ഞാൻ തീർക്കാമെന്നുള്ളൊരു രീതിയിലാണ് വന്നത്. പക്ഷെ എനിക്ക് എന്തായാലും നടന്നിരിക്കണം വരെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. ഓക്കെ, സാരമില്ല, ഇപ്പൊ 12 മണിയാണ്.
അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് മെയിൻ ആയിട്ട് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉള്ളത്, അവിടുത്തെ സ്റ്റാഫുകൾക്കായാലും എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ചില കമ്പോണന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കുറെ എഴുതിയിരിക്കുന്നത് മാത്രമുള്ള പോയിന്റുകളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പൊ ഏകദേശം ഒരു 11 പോയിന്റുകളോളം നമുക്ക് പറയാനുണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബോറടിച്ചോ നിങ്ങൾക്ക്? ക്ലാസ് ബോറടിച്ചായിരുന്നോ? അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ വൈകിട്ട് ഓക്കെ കേട്ടോ. ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.